കപ്പടിക്കുന്നത് ഒരു ശീലമായ ഒരാളാണ്. സിക്സ് അടിക്കുന്നത് ഒരു ഹോബിയാണ്. സെഞ്ചുറി അടിക്കുന്നത് ഒരു സെലിബ്രേഷനാണ്. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഹാട്രിക്ക് വിടാം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ, ലോക ക്രിക്കറ്റിന്റെ ഒരേ ഒരു ഹിറ്റ്മാൻ രോഹിത് ഗുരുനാഥ് ശർമ്മ. പല ട്രോളുകളും കാണുമ്പോൾ IPL ഏറ്റവും അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് രോഹിത് ശർമ്മ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ IPL ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് നേടിയ ഇന്ത്യക്കാരിൽ ഒന്നാമനാണ്. IPL ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ലിസ്റ്റിൽ, സിക്സ് അടിച്ച ലിസ്റ്റിൽ ഇതിൽ രണ്ടും രണ്ടാമനാണ്. IPL ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയവരുടെ ലിസ്റ്റിലും ഒന്നാമനാണ്. കൂടെ റായിഡു മാത്രമാണ് 6 IPL ഹാട്രിക്കും സെഞ്ചുറിയും ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചും കപ്പ് ഉൾപ്പെടെ എല്ലാ നേട്ടങ്ങളും ഉണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും രോഹിത് ശർമ്മ ഇത്രമാത്രം ട്രോളുകൾ നേരിടേണ്ടി വരുന്നത്? 2011 വേൾഡ് കപ്പ് ടീമിൽ ഇടം കിട്ടാതെ പോയതിന്റെ സങ്കടം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞ പയ്യൻ പിന്നീട് ഇന്ത്യയുടെ ലോക കിരീട സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചതും ചരിത്രമാണ്. 2007 കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് ഒരു T20 വേൾഡ് കപ്പ്, 2013 കഴിഞ്ഞ് ഒരു ചാമ്പ്യൻസ് ട്രോഫി. കപ്പിനും ചുണ്ടിനുമിടയിൽ 2011 കഴിഞ്ഞ ഒരു ഏകദിന വേൾഡ് കപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിലും 2027 രോഹിത് ശർമ്മയും കൂട്ടരോടെ ചേർന്ന് അതിങ്ങ് തൂക്കുന്നു തന്നെയാണ് പ്രതീക്ഷ. സ്വപ്നം കാണുന്നവർക്ക് രോഹിത് ശർമ്മ ഒരു വലിയ പ്രതീക്ഷയാണ്. സാധാരണ കുടുംബത്തിൽ ജനിച്ചു, കോച്ചിങ്ങിന് പോലും പണം കണ്ടെത്താൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ട് വളർന്നു നിൽക്കുമ്പോൾ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റാൻഡ് വരികയാണ്, രോഹിത് ശർമ്മ സ്റ്റാൻഡ്. അതിനെക്കുറിച്ച് രോഹിത് സംസാരിച്ചത് തന്നെ എന്ത് മനോഹരമായിട്ടാണ്. ഇതെനിക്ക് വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമാണ്. ഇവിടേക്ക് ഒരു കാലത്ത് കയറാൻ പറ്റുമോ എന്ന് കൊതിയോട് കാത്തിരുന്നെടുത്ത് എൻ്റെ പേരിൽ ഒരു സ്റ്റാൻഡ് വരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും. ഇതെനിക്കൊരു വൈകാരിക നിമിഷമാവും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് രോഹിത് തുറന്നു പറഞ്ഞു. രോഹിത്, കൂകിവിളികൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കൂകിവിളികൾക്കെല്ലാം ബാറ്റ് കൊണ്ട് കൃത്യം മറുപടിയും നിങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനിയും ആ ബാറ്റ് കൊണ്ട് വിരുന്നൊരുക്കുക, ഞങ്ങൾ കൈയടിക്കും. നിരാശ വരുമ്പോൾ വിമർശിക്കും. നിങ്ങൾ എന്നും ഞങ്ങളുടെ ഹിറ്റ്മാനാണ്. ആ വെടിക്കെട്ട് തുടരട്ടെ. കാണാനും കൈയടിക്കാനും ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കും. ഒരുപാട് വൈകിപ്പോയെങ്കിലും ഒരുപാട് സ്നേഹത്തോടു കൂടി രോഹിത് ശർമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. സ്നേഹത്തോടെ ഒരു കോഹ്ലി ഫാൻ.